Hello dear students, ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് ക്ലാസിക് പ്രോബ്ലം ഓഫ് സിഗ്നൈസേഷൻ വിച്ച് ഇസ് റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് പ്രോബ്ലം. അപ്പം ഇവിടെ റീഡേഴ്സ് ആൻഡ് റൈറ്റേഴ്സ് ആ ഒരു പേരിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. റീഡേഴ്സ്, റൈറ്റേഴ്സ്, റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. നമ്മൾ പ്രൊഡ്യൂസർ കൺസ്യൂമറിലെ പോലെ തന്നെ റീഡ് ചെയ്യുന്നു, റൈറ്റ് ചെയ്യുന്നു. അപ്പം ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് പറയേണ്ട കാര്യം ഒരു ഡേറ്റാബേസ്, ഒരു ഡേറ്റാ സെറ്റ്. ഒരു ഡേറ്റാബേസിൻ്റെ അകത്ത് ഞാനിപ്പോൾ റീഡ് ചെയ്യുന്നു. ഞാനിപ്പോൾ ഡേറ്റാബേസിലുള്ള കണ്ടൻറ്റ് ജസ്റ്റ് എനിക്ക് റീഡ് ചെയ്താൽ മതിയെങ്കിൽ ഒരു കോൺഫ്ലിക്റ്റ് ഓക്കർ ചെയ്യത്തില്ല. ബട്ട് ഞാൻ റീഡ് ചെയ്യുന്നതും അപ്പോൾ വേറൊരു പ്രോസസ്സ് അതിനെ റൈറ്റ് ചെയ്യുന്നത്, ദാറ്റ് ഈസ് റൈറ്റ് എ പ്രോസസ്സ് അതിനെ റൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു അപ്ഡേഷന് ഒരു കോൺഫ്ലിക്റ്റ് വരും അല്ലേ. ഇപ്പോൾ റീഡ് ചെയ്യുന്ന പ്രോസസ്സിന് ആ അപ്ഡേഷൻ ഒന്ന് കൺവേ ചെയ്താൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ടുള്ള വാല്യൂ റീഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനത്തെ കുറച്ച് അതാണ് ഇവിടുത്തെ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ. ഇപ്പോൾ രണ്ട് റീഡേഴ്സിന് ഒരു ഡേറ്റേനെ സൈമൾട്ടേനിയസ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു റൈറ്ററും വേറൊരു റീഡറോ റൈറ്ററോ ഡേറ്റാബേസിനെ സൈമൾട്ടേനിയസ്ലി ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോബ്ലം ഓക്കർ ചെയ്യാം. ഓക്കെ, അപ്പം ജസ്റ്റ് ഞാൻ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞതാണ്. സോ വാട്ട് ഈസ് ദിസ് റീഡേഴ്സ് റൈറ്റർ പ്രോബ്ലം? ഇറ്റ് ഈസ് അനദർ എക്സാമ്പിൾ ഓഫ് ക്ലാസിക് സിങ്ക്രണൈസേഷൻ പ്രോബ്ലം. ഓക്കെ, എന്താണ് പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത്? ഒരു ഷെയർഡ് റിസോഴ്സ് വിച്ച് ഈസ് ആക്സസ്ഡ് ബൈ മൾട്ടിപ്പിൾ പ്രോസസ്. ഷെയർഡ് റിസോഴ്സ് എന്ന് വെച്ചാൽ ഇവിടെ ഡേറ്റാബേസ് ഓർ ഡേറ്റ സെറ്റ് ഇസ് ഷെയർഡ് എമംഗ് എ നമ്പർ ഓഫ് കൺകറൻറ്റ് പ്രോസസ്സസ്. ഓക്കെ, ഇവിടെയും രണ്ട് ടൈപ്പ് ഓഫ് പ്രോസസ്സസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ഈസ് റീഡർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് റൈറ്റർ. റീഡർ ആൻഡ് റൈറ്റർ, ദർ ആർ ടു ടൈപ്സ് ഓഫ് പ്രോസസ്സസ്. ഓക്കെ, അപ്പം ഇവിടെയുള്ള ഇതെന്ന് വെച്ചാൽ എനി നമ്പർ ഓഫ് റീഡേഴ്സ് ക്യാൻ റീഡ്. what does the reader do? They read the database. They only read the database. So some of the process want only to read the database. But that type of process is known as reader process. Whereas other type of process we have to update. Update means that is to both read and write. Okay, they are so-called writer process. Okay, that means they want to update the database. So two types of processes are there: reader process and writer process. Reader process wants only to read, but writer process wants both to read and write the database. ഓക്കെ, അപ്പോൾ ഇവിടെ എനി നമ്പർ ഓഫ് റീഡേഴ്സ് ക്യാൻ റീഡ് ഫ്രം ദ ഷെയർഡ് റിസോഴ്സ് സൈമിൾട്ടേനിയസ്ലി. ഓക്കെ, അപ്പം അതായത് ഇവിടുത്തെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര റീഡേഴ്സിന് വേണമെങ്കിലും ഡേറ്റാബേസ് സൈമിൾട്ടേനിയസ്ലി റീഡ് ചെയ്യാൻ പറ്റും. ബട്ട് ഓൺലി ഒരു റൈറ്ററിനെ ഷെയർഡ് റിസോഴ്സസിൽ റൈറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഇപ്പം റൈറ്റ് മീൻസ് മോഡിഫൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ഈ മോഡിഫൈ ചെയ്ത ആ ഒരു കണ്ടൻറ്റ് തന്നെ റീഡർ പ്രോസസ്സിന് റീഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഒന്നിൽ കൂടുതൽ റീഡേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? ജസ്റ്റ് ഐ വിൽ ഷോ യു വൺ ഫിഗർ. ഹിയർ യു ക്യാൻ സീ ഹിയർ വെൻ റീഡേഴ്സ് ആർ ആക്സസിങ് ദ ഡേറ്റാബേസ്. ഇവിടെ നോക്കിയാൽ റീഡേഴ്സ് ആർ ആക്സസിങ് ദ ഡേറ്റാബേസ്. ഇപ്പോൾ രണ്ട് റീഡേഴ്സ് ഡേറ്റാബേസിന് ആക്സസ് ചെയ്യുവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ റീഡേഴ്സ്, ദാറ്റ് ഈസ് റീഡർ 1, റീഡർ 2, റീഡർ 3 ഡേറ്റാബേസ് ആക്സസ് ചെയ്യുവാണെങ്കിൽ നോ പ്രോബ്ലം. കാരണം റീഡർ 4ന് എത്ര റീഡേഴ്സിന് വേണമെങ്കിൽ ഡേറ്റാബേസിന് ആക്സസ് ചെയ്യാം. അപ്പോൾ റീഡർ 4 ആണെങ്കിൽ റീഡർ 4നും ആക്സസ് ചെയ്യാൻ പറ്റും. പക്ഷേ റൈറ്റേഴ്സിന് എൻ്റർ ചെയ്യാൻ പാടില്ല. സിമിലർലി ഇപ്പോൾ ആരും ഡേറ്റാബേസ് ആക്സസ് ചെയ്യാനില്ലെങ്കിൽ റീഡർ ക്യാൻ എൻറ്റർ ആൻഡ് ആസ് വെൽ ആസ് റൈറ്റർ ക്യാൻ എൻറ്റർ. ഇവിടെ നോക്കിയാൽ വെൻ റൈറ്റർ ഈസ് റൈറ്റിംഗ് ഇൻ ദ ഡേറ്റാബേസ്, റൈറ്റർ ഡേറ്റാബേസിൽ എൻട്രി ചെയ്യുകയാണ്. ഇതൊക്കെയാണ് കണ്ടീഷൻ. റൈറ്റർ ഡേറ്റാബേസിൽ എൻട്രി ചെയ്യുകയാണെങ്കിൽ റീഡർ ആയാലും റൈറ്റർ ആയാലും റൈറ്റർ ആയാലും എൻട്രി ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങളുടെ മനസ്സിൽ വേണം. ആരും ഡേറ്റാബേസ് ആക്സസ് ചെയ്യുന്നില്ലെങ്കിൽ റീഡറിനും റൈറ്ററിനും എൻട്രി ചെയ്യാം. ഇപ്പോൾ റീഡർ ആണ് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ റീഡറിന് എൻ്റർ ചെയ്യാൻ പറ്റും, പക്ഷേ റൈറ്ററിന് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഒന്നിൽ കൂടുതൽ റൈറ്റേഴ്സിന് ഡേറ്റാബേസിന് സൈമിൾട്ടേനിയസ്ലി ആക്സസ് ചെയ്യാം, പക്ഷേ ഒരു റീഡറും ഒരു റൈറ്ററും പറ്റത്തില്ല, ഒരു റൈറ്ററും ഒരു റീഡറും അതും പറ്റത്തില്ല. ഓക്കെ, സോ വെനവർ ഒരു റൈറ്റർ ഡേറ്റാബേസ് ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു റീഡറിനും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, ഒരു സെക്കൻഡ് റൈറ്ററിനും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ ഒന്ന് നിങ്ങളുടെ മൈൻഡിൽ വയ്ക്കുക. ഓക്കെ,
സോ നമുക്ക് എന്ത് പറയാം, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ allow multiple readers to read the data at the same time, but if a writer and some other thread access the database, problem may ensure. Only single writer can access the shared data at the same time. Okay, to ensure these difficulties, we require that writers have exclusively access to a shared database while writing to the database. Write ചെയ്യുമ്പോഴത്തേക്കും no other process can enter, or no other process can enter the database or access the database. അപ്പോൾ ആ ഒരു എൻഷുർട്ടിയാണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത്. സോ ഈ ഒരു സിങ്ക്രണൈസേഷൻ പ്രോബ്ലത്തിനെയാണ് റീഡേഴ്സ് റൈറ്റർ പ്രോബ്ലം എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ സൊല്യൂഷൻ ടു ദിസ് റീഡേഴ്സ് റൈറ്റർ പ്രോബ്ലം യൂസിങ് സെമാഫോർ വെച്ചിട്ട് നമുക്കിത് സോൾവ് ചെയ്യാം. എങ്ങനെയാണ് നമുക്ക് സെമാഫോർ വെച്ചിട്ട് സോൾവ് ചെയ്യുന്നത്? സോ അതിന് വേണ്ടിയിട്ട് അപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ പ്രോബ്ലം സ്റ്റേറ്റ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ, റീഡേഴ്സിനാണ് ഹയർ പ്രയോറിറ്റി ദാൻ റൈറ്റർ. ഓക്കെ, റീഡേഴ്സ് ഹാവ് ഹയർ പ്രയോറിറ്റി ദാൻ റൈറ്റർ. ദാറ്റ് ഈസ്, ഇപ്പോൾ നമുക്കൊരു റൈറ്ററിന് ഒരു റിസോഴ്സ് wants to write to the resource, a writer എന്ത് ചെയ്യണം, must wait until there are no readers currently accessing that resource. ആ റിസോഴ്സ് ആക്സസ് ചെയ്യുന്നവരെ എന്ത് ചെയ്യണം, the writer must wait. ഓക്കെ, റീഡേഴ്സ് അത് ആക്സസ് ചെയ്യുന്നില്ല എന്ന് ഒരു ഉറപ്പ് വരുത്തുന്നവരെ the writers has to wait. ഓക്കെ, ഇവിടെ നമുക്ക് അതിൻ്റെ സൊല്യൂഷൻ എന്നുള്ള രീതിയിൽ രണ്ട് സെമാഫോറും ഒരു മ്യൂടെക്സുമാണ് ഇവിടെ രണ്ട് സെമാഫോറും ഒരു ഇൻറ്റിജർ വേരിയബിളും. ഓക്കെ, അല്ല ഇൻറ്റിജർ വേരിയബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ഇറ്റ് ഈസ് യൂസ്ഡ് ടു മെയിൻറ്റെയിൻ ദ നമ്പർ ഓഫ് റീഡേഴ്സ് കറൻ്റ്ലി ആക്സസിങ് ദ റിസോഴ്സ്. ഓക്കെ, ദ ഇൻറ്റിജർ വേരിയബിൾ റീഡ് കൗണ്ട് ഇൻഡിക്കേറ്റ്സ് ദ നമ്പർ ഓഫ് റീഡേഴ്സ് കറൻ്റ്ലി ആക്സസിങ് ദ റിസോഴ്സ്. ഏതൊക്കെ റീഡേഴ്സാണ് the number of readers accessing the resource. currently ആ റിസോഴ്സ് ഏതൊക്കെ റീഡേഴ്സാണ് ആക്സസ് ചെയ്യുന്നത്, അതിൻ്റെ എണ്ണമാണ് റീഡ് കൗണ്ടിൻ്റെ അകത്തുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇസ്, first initially the read count is the variable is set to 0. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സെമാഫോഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് mutex and RW mutex. So mutex means it is initialized to both mutex and RW mutex is initialized to 1. Okay, what is mutex stands for? It is used to ensure mutual exclusion when read count is updated. Read count update ചെയ്യുമ്പോൾ ഇപ്പോൾ number of readers reading the currently reading the resource അല്ലെങ്കിൽ reading the object, അതിൻ്റെ റീഡ് കൗണ്ട് അപ്ഡേറ്റ് ചെയ്യുമ്പോഴത്തേക്കും എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മ്യൂടെക്സ് എന്ന വേരിയബിൾ യൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വെൻ എനി റീഡർ റീഡർ ക്രിട്ടിക്കൽ സെക്ഷൻ ലീവ് ചെയ്തോ എക്സിറ്റ് ചെയ്തോ ആ ഒരു കൗണ്ട്. ഓക്കെ, നെക്സ്റ്റ് semaphore RW mutex initialized to 1 means it is common to both reader and writer process. ഓക്കെ, ഇവിടെ മനസ്സിലാക്കേണ്ടത്, നമ്മൾ instead of having the process to acquire lock on the shared resource, ഇവിടെ mutex ആണ് ഇവിടെ എന്താക്കുന്നത്, make the process to acquire lock and release lock whenever it is updating the read count variable. ഓക്കെ, ഇവിടെ അങ്ങനെ ആക്സസ് ചെയ്യുന്ന എന്താണ്, മ്യൂടെക്സിൻ്റെ വാല്യൂ വെച്ച് മ്യൂടെക്സ് ആണ് എന്ത് ചെയ്യുന്നത്, it makes the process, the semaphore mutex makes the process to acquire and release lock. ഓക്കെ, ഇനി നമുക്ക് റൈറ്ററിൻ്റെ കോഡ് നമുക്ക് നോക്കാം. ഓക്കെ, സ്ട്രക്ചർ ഓഫ് എ റൈറ്റർ പ്രോസസ്. അപ്പോൾ ഇവിടെ റൈറ്റർ പ്രോസസ്സ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അഗെയിൻ ഡു വൈൽ ലൂപ്പ്. ഫസ്റ്റ് റൈറ്റർ റിക്വസ്റ്റ് ഫോർ ക്രിട്ടിക്കൽ സെഷൻ, ദെൻ വെയിറ്റ് RW ഓഫ് മ്യൂടെക്സ്. ഇറ്റ് ഈസ് കോമൺ ടു ബോത്ത് റീഡർ ആൻഡ് റൈറ്റർ. വെയിറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇവിടെ വെയിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ് ആക്ച്വലി? Wait means the writer requests permission for entering the critical session. So once it enter the critical session, okay, wait RW mutex means what? Okay, first wait of RW mutex means
ഇപ്പം ആദ്യത്തെ നമുക്കറിയാം, ഇപ്പം റൈറ്റർ ജസ്റ്റ് വെയിറ്റ്സ് അണ്ടിൽ ഇറ്റ് ഗെറ്റ്സ് എ ചാൻസ് ടു റൈറ്റ് ടു ദ റിസോഴ്സ്. ഓക്കെ, അപ്പോൾ ആദ്യം റൈറ്റർ എന്ത് ചെയ്യും, വെയിറ്റ് ചെയ്യുക അല്ലേ. അപ്പം എന്നിട്ട് എന്ത് ചെയ്യും, ഇറ്റ് ഡിക്രിമെൻറ്റ് ആഫ്റ്റർ പെർഫോമിങ് ദ റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തതിന് ശേഷം ഇറ്റ് ഇൻക്രിമെൻറ്റ് the W so that the next writer can access the resource. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്താണ്, വെയിറ്റ് ചെയ്യും. അതാണ് അവിടെ വെയിറ്റ് ഓപ്പറേഷൻ എന്തിനാണ് അവിടെ കൊടുത്തിരിക്കുന്നത്, ഫോർ ഡിക്രിമെൻറ്റ്. മീൻസ് അത് വെയിറ്റ് ചെയ്യാണ് ഫോർ ടു ഗെറ്റ് ആക്സസ് ടു ദ റിസോഴ്സ്. ഓക്കെ, അങ്ങനെ റൈറ്റിംഗ് ഈസ് പെർഫോംഡ്, റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്തു. ദെൻ ഇറ്റ് വിൽ increment the value of write operation so that the next writer can access the resource. ഓക്കെ, അങ്ങനെ വാല്യൂ ഇൻക്രീസ് ചെയ്തു. ഇനി റീഡ് പ്രോസസ്സ് നോക്കുക. റീഡ് പ്രോസസ്സ് കുറച്ച് ലെങ്തിയാണ്, വേറൊന്നുമില്ല, എളുപ്പമാണ്. അപ്പോൾ അവിടെ വെയിറ്റ് മ്യൂടെക്സ്. വാട്ട് ഈസ് ദിസ് മ്യൂടെക്സ് മീൻസ് let us use to ensure the mutual exclusion when the read count is updated. So read count update ചെയ്യുമ്പോഴത്തേക്കും ഈ മ്യൂച്വൽ എക്സ്ക്ലൂഷൻ എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. അതായത് ഇപ്പോൾ ഒരു റീഡർ ഇപ്പോൾ ഒന്നി ലീവ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സിറ്റ് ചെയ്യുന്ന, ഇവിടെ വെച്ചിട്ട് ഒരു ലീവ് ചെയ്യുന്നു അല്ലേ, ലീവ് ചെയ്യുകയാണെങ്കിൽ മാത്രമേ റീഡർ ക്യാൻ ആക്സസ്, എന്നുവെച്ചാൽ റൈറ്ററിനെ ഇപ്പോൾ ആക്സസ് ചെയ്യുന്നില്ലെങ്കിൽ മാത്രമേ റീഡറിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഡർ കോഡിൽ ആദ്യം ലോക്കിനെ അക്വയർ ചെയ്യും. എന്നിട്ട് whenever the read count is updated by a process, ലോക്കിനെ അക്വയർ ചെയ്ത് റീഡ് കൗണ്ട് ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം ഒരു റീഡറിന് റിസോഴ്സ് ആക്സസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യും, റീഡ് കൗണ്ട് വാല്യൂ ഇൻക്രിമെൻറ്റ് ചെയ്യും. എന്നിട്ട് റിസോഴ്സസിനെ ആക്സസ് ചെയ്യും. എന്നിട്ട് റീഡ് കൗണ്ടിൻ്റെ വാല്യൂ ഡിക്രീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം എന്താ ചെയ്യുന്നത്, വെയിറ്റ് ഓഫ് മ്യൂടെക്സ്, വെയിറ്റ് ചെയ്യണം വെദർ ദ റൈറ്റർ പ്രോസസ് റിലീസ് ദ റിസോഴ്സ് ഓർ നോട്ട്. ഓക്കെ, അപ്പോൾ റീഡ് കൗണ്ടിൻ്റെ വാല്യൂ ഒന്ന് കൂട്ടുക മീൻസ് ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുക മീൻസ് നമ്പർ ഓഫ് റീഡേഴ്സ് റീഡിങ് ദ ഒബ്ജക്റ്റ് എന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യും. അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ ഇൻക്രിമെൻറ്റ് ചെയ്യും. ഓക്കെ, സോ ഇപ്പം റീഡ് കൗണ്ട് പ്ലസ് മീൻസ് ദ നമ്പർ ഓഫ് റീഡേഴ്സ് ഹാസ് നൗ ഇൻക്രീസ് ബൈ 1. അപ്പം അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ, ഒരു റീഡർ ഉണ്ടെങ്കിൽ വെയിറ്റ് ഓഫ് ദാറ്റ് ഈസ് if read count is equal to 1, that means what, if read count is equal to 1, weight of RW mutex, which means this ensures that no writer can enter if there is even one reader. ഒരു റീഡർ എങ്കിലും ഉണ്ടെങ്കിൽ ഒരു റൈറ്ററിനും എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ വെയിറ്റ് റൈറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. വെയിറ്റ് ചെയ്യണം, റൈറ്റർ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. ഈവൻ ഒരു റീഡറെങ്കിലും ഉണ്ടെങ്കിൽ റൈറ്റർ എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്യണം. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദെൻ സിഗ്നൽ ഓഫ് മ്യൂടെക്സ് മീൻസ് വാട്ട്, അതർ റീഡേഴ്സ്. സിഗ്നൽ ഓഫ് മ്യൂടെക്സ് മീൻസ് റീഡേഴ്സിന് എൻ്റർ ചെയ്യാൻ പറ്റും. അതുകൊണ്ടാണ് സിഗ്നൽ ഓഫ് മ്യൂടെക്സ് കൊടുത്തിരിക്കുന്നത്. അതർ റീഡേഴ്സ് ക്യാൻ എൻ്റർ വൈൽ ദിസ് കറണ്ട് റീഡർ ഇസ് ഇൻസൈഡ് ദ ക്രിട്ടിക്കൽ. അപ്പം വേറെ ഈ കറണ്ട് റീഡർ ഇസ് ക്രിട്ടിക്കൽ സെഷനിൽ ഉണ്ടെങ്കിൽ പോലും അതർ റീഡേഴ്സ് ക്യാൻ റീഡ്, അതർ റീഡേഴ്സ് ക്യാൻ എൻ്റർ. അതുകൊണ്ടാണ് അവിടെ എന്ത് കൊടുത്തിരിക്കുന്നത്, സിഗ്നൽ. വെയിറ്റ് എന്തിനാണ്, വെയിറ്റ് ചെയ്യാൻ, റൈറ്ററിനെ വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിറ്റ് ഓഫ് റൈറ്റ് മ്യൂടെക്സ് കൊടുത്തിരിക്കുന്നത്. സിഗ്നൽ മ്യൂടെക്സ് കൊടുത്തിരിക്കുന്നത് എന്താ, അതർ റീഡേഴ്സ് ക്യാൻ റീഡ് അല്ലെങ്കിൽ അതർ റീഡേഴ്സ് ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. കാരണം എനി നമ്പർ ഓഫ് മോർ ദാൻ 1 റീഡേഴ്സ് ക്യാൻ ആക്സസ് എ ക്രിട്ടിക്കൽ സെഷൻ അറ്റ് ദ സെയിം ടൈം. ഓക്കെ, ബട്ട് ഇപ്പോൾ റീഡർ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വേറൊരു റൈറ്ററിന് ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് അവിടെ വെയിറ്റ് റൈറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. അപ്പം ഇത്രയൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, current reader performs the reading. Okay, current reader performs the reading here. Next, wait mutex means what? Wait mutex എന്ന് പറയുമ്പോഴത്തേക്കും വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്ത് എന്ത് പറ്റും, റീഡർ വാണ്ട്സ് ടു ലീവ്. ഇപ്പോൾ റീഡിംഗ് ഒക്കെ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ആ റീഡർ എന്തെങ്കിലും ലീവ് ചെയ്യും. സോ അതിന് മുന്നേ വെയിറ്റ് ചെയ്യും. ഓക്കെ, സോ ദ റീഡർ വാണ്ട്സ് ടു ലീവ്. അങ്ങനെ ദെൻ റീഡ് കൗണ്ട് is equal to 0 means what, no reader is left in the critical session. read count is equal to 0 means ഒരു റീഡറും ക്രിട്ടിക്കൽ സെഷനിൽ ഇല്ല. ഓക്കെ, ഒരു റീഡറും ക്രിട്ടിക്കൽ സെഷനിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ അടുത്ത ആർക്ക് എൻട്രി, സിഗ്നലാണ്. സിഗ്നൽ എന്ന് പറയുമ്പോൾ പോസിറ്റീവായിട്ട് എൻട്രി ചെയ്യാവുന്ന കാര്യം ഓർക്കാം.
ഓക്കെ, സിഗ്നൽ റൈറ്റ് മ്യൂടെക്സ് മീൻസ് ഇനി ആർക്ക് എൻ്റർ ചെയ്യാം? റൈറ്റേഴ്സിന് എൻ്റർ ചെയ്യാം. കാരണം ഒരു റീഡർ പോലും ഇല്ല. കാരണം റീഡ് കൗണ്ട് ഈക്വൽ ടു 0 means no readers are there in the critical session. So writers can enter. So signal of write mutex. ഇനി സിഗ്നൽ ഓഫ് മ്യൂടെക്സ് മീൻസ് ഇവിടെ എന്താണ് സിഗ്നൽ ഓഫ് മ്യൂടെക്സ്? റീഡർ ലീവ്സ്. റീഡർ ലീവ് ചെയ്തു. ഓക്കെ, സോ ഇതാണ് സ്ട്രക്ചർ ഓഫ് എ റീഡർ പ്രോസസ്സ്. ഇത് കുറച്ച് ലെങ്തി ആണ്, ബട്ട് മനസ്സിലാക്കി പഠിക്കുക. ആദ്യം വെയിറ്റ് ഓഫ് മ്യൂടെക്സ് മീൻസ് വാട്ട്? വെയിറ്റ് ഓഫ് മ്യൂടെക്സ് മീൻസ് to ensure the mutual exclusion. Okay, then read count plus means the number of readers has increased by 1. That means ഇവിടെ എന്താണ് വെയിറ്റ് ചെയ്യണം, കാരണം റീഡേഴ്സിൻ്റെ കൗണ്ട് 1 ആണ്. 1 ആയി, ഇൻക്രീസ് ചെയ്തു. റീഡേഴ്സിൻ്റെ കൗണ്ട് ഇൻക്രീസ് ചെയ്തു മീൻസ് അറ്റ്ലീസ്റ്റ് ഒരു റീഡറിൻ്റെ പ്രസൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ റൈറ്റ് മ്യൂടെക്സ് മസ്റ്റ് വെയിറ്റ്. സോ അതാണ് weight of write mutex. Then signal mutex. Signal mutex means what? Yes, അവിടെ എന്താണ് വെയിറ്റ് ചെയ്യണം ഫോർ റീഡിങ് പർപ്പസ്. ദെൻ അത് റീഡ് കൗണ്ട് 1 ആക്കും. 1 ആക്കുക മീൻസ് അറ്റ്ലീസ്റ്റ് 1 റീഡർ ക്യാൻ എൻ്റർ ദ ക്രിട്ടിക്കൽ സെഷൻ. സോ അങ്ങനെ റീഡർ കൗണ്ട് അറ്റ്ലീസ്റ്റ് 1 ആണെങ്കിൽ നമുക്ക് ഒരു റൈറ്റർ പ്രോസസ്സും എൻ്റർ ചെയ്യാൻ പറ്റുന്നില്ല. സോ വെയിറ്റ് ഓഫ് റൈറ്റ് മ്യൂടെക്സ്. ദെൻ സിഗ്നൽ ഓഫ് മ്യൂടെക്സ് കൊടുക്കാം, കാരണം എന്താണ് മോർ ദാൻ one reader process can access a critical session at the same time. So then shesham the reading current reader can perform the reading here. Okay, then weight of mutex, then read count. But in the read count minus read in shesham reader can leave there. leave എന്ന് പറഞ്ഞാൽ വാല്യൂ അതിനെ 0 ആക്കും. ആക്കുവാണെങ്കിൽ writers can enter. അതിന് വേണ്ടി സിഗ്നൽ RW mutex മീൻസ് സിഗ്നൽ മീൻസ് വേക്കപ്പ്. നമ്മൾ ബ്ലോക്ക് ചെയ്ത അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് ആ ഒരു പ്രോസസ്സിനെ വേക്കപ്പ് ചെയ്യും സിഗ്നൽ. ഓക്കെ, സോ ദ റൈറ്റേഴ്സ് ക്യാൻ എൻ്റർ. സോ റൈറ്റർ ക്യാൻ എൻ്റർ ആൻഡ് ദ റീഡർ ലീവ്സ്. ഓക്കെ, സോ റീഡർ റൈറ്റേഴ്സ് പ്രോബ്ലം വേരിയേഷൻസ്. അപ്പം നമുക്ക് പറയാം രണ്ട് ടൈപ്പ് ഓഫ് വേരിയേഷൻസ് ഉണ്ട്. ഫസ്റ്റ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം ആൻഡ് സെക്കൻഡ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം. ഫസ്റ്റ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലത്തിൽ ഒരു റീഡറും വേറൊരു റീഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാൻ പാടില്ല ടു ഫിനിഷ് സിംപ്ലി ബിക്കോസ് എ റൈറ്റർ ഈസ് വെയിറ്റിംഗ്. ഓക്കെ, സെക്കൻഡ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലത്തിൽ ഒരു റൈറ്റർ റെഡി ആണെങ്കിൽ ആൻഡ് റൈറ്റർ പെർഫോംസ് ഇറ്റ്സ് റൈറ്റ് ആസ് സൂൺ ആസ് പോസിബിൾ. ഒരു റൈറ്റർ റെഡി ആണെങ്കിൽ റൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ദാറ്റ് ഈസ് ഇഫ് എ റൈറ്റർ ഈസ് വെയിറ്റിംഗ് ടു ആക്സസ് ഒബ്ജക്റ്റ് നോ ന്യൂ റീഡേഴ്സ് മേ സ്റ്റാർട്ട് റീഡിങ്. ഇപ്പോൾ റൈറ്റർ റെഡി ആണെങ്കിൽ ഒരു റീഡേഴ്സും റീഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഇതാണ് സെക്കൻഡ് റൈറ്റേഴ്സ് പ്രോബ്ലം ഫസ്റ്റ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം തമ്മിലുള്ള ഡിഫറൻസ്. ഈ രണ്ട് ഇതിലും ഈ പ്രോബ്ലത്തിലും സ്റ്റാർവേഷൻ എന്നൊരു പ്രോബ്ലം വരും. ഓക്കെ, അപ്പം അതിനെ ജനറലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലോക്ക് അക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പ്രോബ്ലം ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അക്വയറിങ് എ റീഡർ റൈറ്റ് എ ലോക്ക് റിക്വസ്റ്റ് സ്പെസിഫൈ ദ മോഡ് ഓഫ് ദ ലോക്ക് ഐദർ റീഡ് ഓർ റൈറ്റ് ആക്സസ്. ലോക്ക് എന്ന് പറയുമ്പോഴത്തേക്കും ലോക്ക് ഇപ്പോൾ സെറ്റ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ഓൺലി അലൗഡ് ടു റീഡ് ദ ആക്സസ്, റീഡ് ദ റിസോഴ്സ് ഓർ ആക്സസ് ദ റിസോഴ്സ്. അങ്ങനെ ലോക്ക് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലത്തിൻ്റെ ഒരു പരിധി വരെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം. അപ്പോൾ ഇത്രയും ഓർക്കുക, നമ്മുടെ പ്രോബ്ലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിൽ കൂടുതൽ റൈറ്റേഴ്സിനെ അറ്റ് എ സെയിം ടൈം പറ്റത്തില്ല, ഒന്നിൽ കൂടുതൽ റീഡേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. പിന്നെ റീഡർ റീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും റൈറ്ററിനെ ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല, ബട്ട് ഒന്നിൽ കൂടുതൽ റീഡേഴ്സിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇനി ഒരു ഡേറ്റാബേസിൽ റൈറ്ററാണ് റൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ റീഡറിനും ഒരു റൈറ്റർ ടൂവിനും ആക്സസ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് എത്രയെന്ന് ഓർത്ത് വയ്ക്കുക. പിന്നെ ഇവിടെ രണ്ട് സെമാഫോറും, ഒന്ന് മ്യൂടെക്സും ഒന്ന് റൈറ്റ്, ദാറ്റ് ഈസ് RW മ്യൂടെക്സും, ദെൻ ഒരു ഇൻറ്റിജർ വേരിയബിളും ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് റീഡേഴ്സ് റൈറ്റേഴ്സ് പ്രോബ്ലം. താങ്ക് യു.